ആരോടും ഞങ്ങളും ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. ദൈവ തിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. വെളിപ്പാട് പുസ്തകം 4-ാം അധ്യായം 3-ാം വാക്യം വായിക്കാം. ഇരിക്കുന്നവൻ കാഴ്ചയ്ക്ക് സൂര്യകാന്തത്തോടും പത്മരാഗത്തോടും സദൃശൻ. സിംഹാസനത്തിന്റെ ചുറ്റും കാഴ്ചയ്ക്ക് മരതകത്തോട് സദൃശമായ ഒരു പച്ചവില്ല് കാണുന്നു. കാഴ്ചയ്ക്ക് മരതകത്തോട് സദൃശമായ പച്ചവില്ല്. സിംഹാസനത്തിന്റെ ചുറ്റിലും 24 സിംഹാസനം. വെള്ളയുടുപ്പ് ധരിച്ചും കൊണ്ട് സിംഹാസനങ്ങളിൽ ഇരിക്കുന്ന 24 മൂപ്പന്മാർ. ഉടുപ്പ് ധരിച്ചുകൊണ്ട് സിംഹാസനങ്ങളിലിരിക്കുന്ന 24 മൂപ്പന്മാർ. അവരുടെ തലയിൽ പൊൻകിരീടം. സിംഹാസനത്തിൽ നിന്ന് മിന്നലും നാദവും ഇടിമുഴക്കവും പുറപ്പെടുന്നു. ദൈവത്തിന്റെ 7 ആത്മാക്കളായ 7 ദീപങ്ങൾ സിംഹാസനത്തിന്റെ മുമ്പിൽ ജ്വലിച്ചുകൊണ്ടിരിക്കുന്നു. 7 ആത്മാക്കളായ 7 ദീപങ്ങൾ സിംഹാസനത്തിൽ ജ്വലിച്ചുകൊണ്ടിരിക്കുന്നു. സിംഹാസനത്തിന്റെ മുമ്പിൽ പളങ്കിനൊത്ത കണ്ണാടിക്കടൽ. സിംഹാസനത്തിന്റെ നടുവിലും സിംഹാസനത്തിന്റെ ചുറ്റിലും 4 ജീവികൾ. സിംഹാസനത്തിന്റെ നടുവിലും സിംഹാസനത്തിന്റെ ചുറ്റിലും 4 ജീവികൾ. അവയ്ക്കും മുമ്പുറവും പിമ്പുറവും കണ്ണ് നിറഞ്ഞിരിക്കുന്നു. എല്ലാം ലോകം മുഴുവൻ കണ്ടുകൊണ്ടിരിക്കുന്നു. ഏതാണ് ഈ സൂര്യകാന്തം? എന്താണ് ഈ പത്മരാഗം? എന്താണ് മരതകം? സൂര്യകാന്തത്തോട് തുല്യമെന്ന് പറഞ്ഞല്ലോ. സൂര്യകാന്തം ദൈവത്തിൻ്റെ മഹത്വത്തെ കാണിക്കുന്നു. രത്നത്തിൻ്റെ പേരാണ് തേജസ്സേറിയ നിത്യനായ ദൈവത്തിൻ്റെ മഹത്വം. പിന്നെ പറഞ്ഞത് പത്മരാഗം അത് ന്യായവിധിയെ സൂചിപ്പിക്കുന്നു. 3-ാമത് മരതകം ദൈവത്തിൻ്റെ കരുണയെ കാണിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിൻ്റെ മഹത്വം, ദൈവത്തിൻ്റെ ന്യായവിധി,
ദൈവത്തിൻ്റെ കരുണ. ദൈവം ന്യായം വിധിക്കുന്നവനാണ്, എന്നാൽ ദൈവം കരുണയുള്ളവനാണ്. ദൈവം മഹത്വമുള്ളവനാണ്. ദൈവത്തിൻ്റെ മഹത്വത്തെ പ്രദർശിപ്പിക്കുന്നതായ സൂര്യകാന്തം, മനുഷ്യൻ നേരിടാൻ പോകുന്ന ന്യായവിധിയെ സൂചിപ്പിക്കുന്നതായ പത്മരാഗം, മനുഷ്യനുള്ളതായി ദൈവത്തിൻ്റെ കരുണയെ കാണിക്കുന്നതായ മരതകം. ദൈവത്തിന് സ്തോത്രം. ഈ മഴവില്ലിൽ 7 വർണ്ണങ്ങളുണ്ട്. അതാണ് സിംഹാസനം ചുറ്റി നിൽക്കുന്ന ദൈവത്തിൻ്റെ 7 ആത്മാക്കൾ. 4-ാം വാക്യം ഒന്നിട്ട് വായിക്കും. 4-ാം വാക്യം. സിംഹാസനത്തിൻ്റെ ചുറ്റിലും 24 സിംഹാസനം, വെള്ളയുടുപ്പ് ധരിച്ചും കൊണ്ട് സിംഹാസനങ്ങളിലിരിക്കുന്ന 24 മൂപ്പന്മാർ, അവരുടെ തലയിൽ പൊൻകിരീടം. സിംഹാസനത്തിൻ്റെ ചുറ്റിലും എല്ലാം മിന്നി തിളങ്ങുകയാണ്, തേജസ്സാണ്. പിന്നെ പറയുന്നുണ്ട് പളുങ്കുകടൽ എന്ന്. പളുങ്കുകടൽ ഒരു ഭക്തകവിയായ കെ വി സോമൻ സാർ പാടി, പളുങ്കുകടൽ തീരത്തിരുന്ന് ഞാൻ എൻ്റെ കളങ്കമറ്റ യേശു കാണും, മുത്തിരത്നങ്ങളെ അലങ്കൃതമായ ഉത്തുംഗമാം സൗധത്തിൽ എത്തും ഞാൻ ഈ യുഗാന്തത്തിൽ. ഇത് എഴുതിയ കാലത്ത് അദ്ദേഹം വെളിപ്പാട് പുസ്തകത്തിൻ്റെ വ്യാഖ്യാനം എഴുതിയ ആളാണ്. അദ്ദേഹത്തെ ഞാൻ നേരിട്ട് കണ്ടിട്ടില്ല, പുസ്തകം വായിച്ചിട്ടേ ഉള്ളൂ. അനുഗ്രഹീതനായ ഒരു കവിയായിരുന്നു, മഹാകവിയായിരുന്നു അദ്ദേഹം. സംസ്കൃതത്തിലും മലയാളത്തിലും എല്ലാം നല്ല പാണ്ഡിത്യം ഉണ്ടായിരുന്ന കവിയായിരുന്നു. അദ്ദേഹം എഴുതിയ കാലത്ത് അദ്ദേഹത്തിനുണ്ടായ ആത്മീയ അനുഭൂതിയാണ് പറഞ്ഞത്. ഞാൻ അവിടെ എത്തും, യുഗത്തിൻ്റെ അന്ത്യത്തിൽ ഞാൻ അവിടെ എത്തും, യുഗാന്ത്യത്തിലെത്തും. എവിടെ? മുത്തിരത്നങ്ങളാൽ അലങ്കൃതമായ ഉത്തുംഗമാം ഭവനത്തിൽ ഞാൻ എത്തും. എനിക്കെൻ്റെ കർത്താവ് ഭവനം ഒരുക്കാൻ പോയിട്ടുണ്ട്. ദൈവത്തിന് സ്തോത്രം. എൻ്റെ കർത്താവ് എനിക്ക് വേണ്ടി ഭവനം ഒരുക്കുന്നുണ്ട്. കർത്താവ് പറഞ്ഞിട്ട് പോയത് അങ്ങനെയാണ്, ഞാൻ നിങ്ങൾക്ക് സ്ഥലം ഒരുക്കാൻ പോകുന്നു, ഞാൻ പോയി നിങ്ങൾക്ക് സ്ഥലം ഒരുക്കിയാൽ ഞാൻ പിന്നെയും വന്ന് നിങ്ങൾ എൻ്റെ അടുക്കൽ ചേർത്തുകൊള്ളും. എന്തിന്? ഞാനിരിക്കുന്നിടത്ത് നിങ്ങൾ ഇരിക്കേണ്ടതിന്. എന്തൊരു പദവിയാണ് മനുഷ്യന് വേണ്ടി ദൈവം കരുതിയിരിക്കുന്നത്, ഞാൻ ഇരിക്കുന്നിടത്ത് നിങ്ങൾ ഇരിക്കേണ്ടതിന്. സഹോദരങ്ങൾ, ഇതെല്ലാം കേൾക്കുമ്പോൾ നിങ്ങൾ ചിന്തിക്കണം, അങ്ങനത്തെ ഒരു പദവിയിലേക്ക് വരാൻ ഞാൻ യോഗ്യനായോ? ഇല്ല, നമുക്ക് സമ്മതിക്കാം, ഇല്ല. പക്ഷേ യോഗ്യനാകണ്ടേ? അതിനുള്ള പരിപാടിയാണ് ഇന്ന് തുടങ്ങേണ്ടത്. ഈ ഉത്തുംഗമായ ഭവനത്തിൽ, ഉത്തുംഗം എന്ന് വെച്ചാൽ ഉന്നതമായ, ഈ തേജോമയമായ ഭവനത്തിൽ എത്തിച്ചേരാൻ, സ്വർഗ്ഗരാജ്യത്തിലേക്ക് എത്തിച്ചേരാൻ ഞാൻ ഇവിടെ വെച്ച് ഒരുങ്ങണം. ഇവിടെ വെച്ച് ഒരുങ്ങണത് എങ്ങനെയാണ്? അവിടെ മുഴുവൻ തീയാണ്. ഞാൻ തീയായില്ലെങ്കിൽ അവിടെ എത്തിയില്ല. ഞാൻ തീയായില്ലെങ്കിൽ അവിടെ ചെല്ലുമ്പോൾ ഞാൻ ആ തീയിൽ കരിഞ്ഞു പോകും. ഞാൻ അവിടെ എത്തുമ്പോൾ ആ തേജസ്സിൽ എനിക്ക് നിൽക്കാൻ വയ്യാതാകും. ഞാൻ എവിടെയെങ്കിലും ഓടി ഒളിക്കാൻ നോക്കും, ഒളിക്കാൻ അന്ധകാരത്തിലേക്ക് ഓടി ഒളിക്കും. പ്രിയപ്പെട്ടവരെ, ദൈവം നരകത്തേക്ക് തള്ളിവിടുകയല്ല, ആരെയും നരകത്തേക്ക് തള്ളിവിടുന്നില്ല. നരകത്തിൻ്റെ ഘോര അന്ധകാരത്തേക്ക് ദൈവം ആരെയും തള്ളിവിടുന്നില്ല. ഓരോരുത്തരും ആ വെളിച്ചം കാണുമ്പോൾ എവിടെയെങ്കിലും ഒളിക്കാൻ ബന്ധപ്പെടുകയാണ്. സാധ്യമല്ല, വെളിച്ചത്തിൽ നിൽക്കാൻ പറ്റില്ല, വെളിച്ചത്തിൽ നിൽക്കാൻ പറ്റുകയില്ല. മുഴുവൻ നഗ്നനായി നിൽക്കുകയാണ്. നഗ്നത. അപ്പോഴാണ് മനസ്സിലായത് ഞാൻ നഗ്നനാണല്ലോ എന്ന്. കഴിഞ്ഞ ദിവസത്തിൽ പറഞ്ഞ് ഓർക്കുമായിരിക്കും, ഞാൻ നഗ്നനാണല്ലോ എന്ന് അപ്പോഴാണ് ഓർക്കുന്നത്. അയ്യോ, നഗ്നനാണ്, ആത്മാവിൻ്റെ വസ്ത്രം ധരിച്ചിട്ടില്ല. ദൈവത്തിൻ്റെ സ്വരൂപത്തിലും സാദൃശ്യത്തിലും സൃഷ്ടിക്കപ്പെട്ട മനുഷ്യന് ദൈവത്തിൻ്റെ സ്വരൂപവും സാദൃശ്യവും നഷ്ടപ്പെട്ടു പോയി. ആത്മാവിൻ്റെ വസ്ത്രം നഷ്ടപ്പെട്ടു പോയി. ഞാൻ നഗ്നനായി നിൽക്കുന്നു. എവിടെയെങ്കിലും ഓടി ഒളിച്ചേ പറ്റൂ. ഈ പ്രകാശത്തിൽ നിൽക്കാൻ പറ്റുകയില്ല, വെളിച്ചത്തിൽ നിൽക്കാൻ പറ്റുകയില്ല. എവിടെ ചെന്നാലും അവിടെ എല്ലാം ഈ പ്രകാശം. അതുകൊണ്ട് അവിടെ നിന്ന് ഓടി ഒളിക്കണം. അന്ധകാര സ്ഥലത്തേക്ക് പാഞ്ഞു പോകേണ്ടി വരുന്നു. അവൻ സ്വയം പാഞ്ഞു പോവുകയാണ്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ ഇതെല്ലാം കേൾക്കുമ്പോൾ നാം മനസ്സിലാക്കണം, ഒരു ദിവസം ഇതെല്ലാം സംഭവിക്കാൻ പോവുകയാണ്. ഒരു ദിവസം, അത് ഇന്നാണോ നാളെയാണോ മറ്റന്നാളോ അല്ല അടുത്ത വർഷമാണോ എന്നൊക്കെ അറിഞ്ഞുകൂടാ. ഒരു ദിവസം സംഭവിക്കാൻ പോകുന്നു. അന്നേരം നാം വാവിട്ട് കരഞ്ഞിട്ട് പ്രയോജനമില്ല. അയ്യോ, നഷ്ടപ്പെട്ടല്ലോ. വചനം കേട്ടപ്പോൾ അനുസരിച്ചുള്ളമായിരുന്നല്ലോ, വചനം കേട്ടപ്പോൾ സ്വീകരിച്ചുള്ളമായിരുന്നല്ലോ, അയ്യോ ചെയ്തില്ലല്ലോ, നഷ്ടമായി പോയല്ലോ. അയ്യോ, ഇനിയും വഴക്കുകളുണ്ടായിരുന്നു, കഷ്ടം, തെറ്റുപറ്റിപ്പോയല്ലോ. ഇനി ചീത്ത കാര്യങ്ങളുടെ പുറകെ പോകണ്ടായിരുന്നു, അയ്യോ തെറ്റുപറ്റിപ്പോയല്ലോ. നമ്മുടെ ഹൃദയത്തിൽ അപ്പോൾ വലിയ പശ്ചാത്താപം വരും. പക്ഷേ പ്രയോജനമില്ല. അപ്പോൾ നാം കരയും, നിരാശപ്പെടും, നെടുവീർപ്പെടും. അതാണ് ഈ പുഴു കടിക്കുന്നതും പുഴു ചാകുന്നില്ല, തീ കെടുന്നില്ലെന്ന് പറയും. തീ കെടാത്ത തീയ, ചാകാത്ത പുഴുക. എപ്പോഴും ഉള്ളിൽ ഇങ്ങനെ ഈ ഒരു പരിഭ്രമം, അയ്യോ ഞാൻ നഷ്ടപ്പെടുത്തിക്കളഞ്ഞല്ലോ, നിരാശ. നല്ല നല്ല അവസരങ്ങൾ നഷ്ടപ്പെടുത്തിക്കളഞ്ഞല്ലോ, നിരാശ. പുഴു കടിക്കുന്നത് പോലെ കടിച്ചുകൊണ്ടിരിക്കും. മനസാക്ഷിയിൽ കുത്തേറ്റ് ഉള്ളം പിടഞ്ഞുകൊണ്ടിരിക്കും. മാത്രമല്ല, അത് കെടാത്ത തീയാണ്. ആ തീ കെടുന്നില്ല, കെടാത്ത തീയാണ്. ദൈവത്തിന് സ്തോത്രം. നിങ്ങൾ ഈ ഭാഗങ്ങളെല്ലാം വായിക്കുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കണം, ഒരു നിത്യതയുണ്ട്. അത്ര ഞാൻ ചുരുക്കി പറയുകയാണ്, ഒരു നിത്യതയുണ്ട്. ആ നിത്യത സ്വർഗരാജ്യം. എനിക്കത് വേണം. എനിക്കത് കിട്ടിയേ കഴിയൂ. മറ്റെന്നും കിട്ടിയില്ലെങ്കിലും എനിക്ക് സ്വർഗരാജ്യം കിട്ടണം.
ആരെല്ലാം അവനെ ആക്ഷേപിച്ചാലും ശരി, എനിക്ക് സ്വർഗ്ഗരാജ്യം കിട്ടണം. ആരെല്ലാം എന്നെക്കുറിച്ച് കുറ്റം പറഞ്ഞാലും ശരി, എനിക്ക് സ്വർഗ്ഗരാജ്യം കിട്ടണം. ആരെല്ലാം എന്നെ പരിഹസിച്ചാലും ശരി, എനിക്ക് സ്വർഗ്ഗരാജ്യം കിട്ടണം. ഈ ലോകത്ത് എന്തുമാത്രം എതിർപ്പുകൾ വന്നാലും ശരി, എനിക്ക് സ്വർഗ്ഗരാജ്യം കിട്ടണം. ഈ ഒരു ഗതം, ഈ ഒരു മനോഗതം, ഈ ഒരു അന്തർഗതം നിങ്ങളുടെ ഹൃദയത്തിൽ ഉണ്ടായിരിക്കണം. എനിക്ക് ദൈവരാജ്യം വേണം, ദൈവരാജ്യത്തിൽ എത്തണം. കാരണം എപ്പോഴാണ് കടന്നു പോകുന്നത് അറിയാൻ വയ്യ. ഒരു ദിവസം കടന്നു പോകുമല്ലോ, അക്കാര്യം ഉറപ്പല്ലേ. ഞാൻ ഈയിടെ ഇരുന്ന് ചിന്തിച്ചു, നമ്മുടെ അനേകം ആളുകൾ കടന്നു പോയതിനെക്കുറിച്ചൊക്കെ ഓർത്തു. ഞാൻ പ്രിയപ്പെട്ടവർ, സ്വന്തപ്പെട്ടവർ, ബന്ധത്തിൽപ്പെട്ടവർ, കുടുംബത്തിൽപ്പെട്ടവർ, ഇങ്ങനെ അനേകരിങ്ങനെ ഓരോരുത്തർ കടന്നു പോയതൊക്കെ ഇതിനെക്കുറിച്ച് ഓർത്തു. ഒരു സമയത്ത് വീരന്മാരായിരുന്നു, ഭൂമിയിൽ ജീവിച്ചിരുന്ന കാലത്ത് നല്ല സമർത്ഥന്മാരായിരുന്നു. ജീവിച്ചിരുന്ന കാലത്ത് അവർ അനേകർക്ക് ഉപകാരം ചെയ്തവരായിരുന്നു, പ്രയോജനമുള്ളവരായിരുന്നു. പക്ഷേ ഞങ്ങളങ്ങ് പോയില്ലേ, പോയി ആളപ്പുറത്തേക്ക് പോയിക്കഴിഞ്ഞില്ലേ. ഇനി എന്ത് ചെയ്യാൻ പറ്റും? ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല, ഒന്നും ചെയ്യാൻ സാധിക്കുകയില്ല, ആർക്കും ഒന്നും ചെയ്യാൻ സാധിക്കുകയില്ല. ദൈവത്തിന് സ്തോത്രം. അതുകൊണ്ട് ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ ഈ പളുങ്കടൽ തീരത്തേക്ക് എത്തുവാൻ നാം ഒരുങ്ങണം. ഈ മുത്തുരത്നങ്ങളെ അലങ്കൃതമായ ഉത്തുംഗമാം സൗധത്തിൽ എത്തിച്ചേരുവാൻ നാം ഒരുങ്ങണം. ദൈവത്തിന് സ്തോത്രം. നവ യെരൂശലേം, പുത്തനാം യെരൂശലേമിൽ വാഴുവാൻ നാം ഒരുങ്ങണം. നവ യെരൂശലേം, പുത്തനാം യെരൂശലേം, പുതിയ യെരൂശലേം. ഒരു പുതിയ ആകാശവും പുതിയ ഭൂമിയും വരാൻ പോവുകയാണ്. പുതിയ ആകാശവും പുതിയ ഭൂമിയും. വെളിപ്പാട് 21:1 നോക്കി കാണാം. പുതിയ ആകാശവും പുതിയ ഭൂമിയും കണ്ടു. പറഞ്ഞു വരുമ്പോൾ അവിടം വരെയൊക്കെ വരുമ്പോഴേക്കും നാം അങ്ങ് ഈ ലോകത്തിലല്ല എന്ന് തോന്നിപ്പോകും. പുതിയ ആകാശം പുതിയ ഭൂമി. വയസ്സിൽ ഞാൻ പുതിയ ആകാശവും പുതിയ ഭൂമിയും കണ്ടു. പുതിയ ആകാശവും പുതിയ ഭൂമിയും കണ്ടു. ഒന്നാമത്തെ ആകാശവും ഒന്നാമത്തെ ഭൂമിയും ഒഴിഞ്ഞുപോയി. ഒന്നാമത്തെ ആകാശവും ഒന്നാമത്തെ ഭൂമി ഒഴിഞ്ഞുപോയി. സമുദ്രവും ഇനിയില്ല. സമുദ്രവും ഇനിയില്ല. എല്ലാം തീർന്നു, എല്ലാം തീർന്നു. സമുദ്രം ഇനിയില്ലെന്ന് പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാകില്ല, എനിക്കും മനസ്സിലാകില്ല. കാരണം ഇപ്പോൾ നമ്മുടെ ഭൂമിയിൽ ധാരാളം വെള്ളമൊക്കെ ഉണ്ട്, കടലുണ്ട്, സമുദ്രത്തിൽ ധാരാളം വെള്ളമുണ്ട്. എന്തോ ഒരു വെള്ളം. ഈ ഭൂമി തീർന്നു, പിന്നെ വെള്ളം എവിടെ? എങ്ങോട്ട് ചോർന്നു പോകും? എങ്ങോട്ട് പോകും? നമുക്ക് മനസ്സിലാവുകയില്ല. ഈ വെള്ളം എവിടെ പോകും? ഈ മണ്ണ് എവിടെ പോകും? ഇത്രയും ഞാൻ ചുരുക്കി ഞാൻ മനസ്സിലാക്കിയുള്ള കാര്യം പറയാം, ലളിതമായിട്ട് പറയാം. ഒരു വലിയൊരു പാറ വന്ന ഒരു മൺകട്ടയിൽ വീണാൽ എങ്ങനെ ഇരിക്കും? വലിയൊരു പാറ മൺകട്ടയിൽ വീണാൽ മൺകട്ട ഉടഞ്ഞ് തകർന്ന് അത് ഒന്നുമില്ലാതായി പോകും. എന്നതുപോലെ ഈ ഭൂമി മാറിപ്പോകും, ഇന്നത്തെ അന്തരീക്ഷം മാറിപ്പോകും, ഇന്നത്തെ ഇന്ന് കാണുന്ന ഈ ആകാശം മാറിപ്പോകും, ഇന്ന് കാണുന്ന ആകാശ വിധാനം മാറിപ്പോകും, ഇന്ന് കാണുന്ന ഭൂമിയും അതിലുള്ള സമുദ്രങ്ങളെല്ലാം മാറിപ്പോകും. ഒന്നും ഉണ്ടാവില്ല. എന്നാണത് നമുക്ക് അറിഞ്ഞുകൂടാ. എന്താണെന്ന് അറിഞ്ഞുകൂടാ. യഹോവയുടെ വലുതും ഭയങ്കരമായ നാളെന്നാണ് പറയുന്നത്. വലുതും ഭയങ്കരമായ നാൾ. ആ നാൾ വരുന്നതിന് മുൻപ് നാം ചെയ്യേണ്ടത് എന്ത് എന്ന് നാം പഠിച്ചിരിക്കേണ്ടതാണ്, മനസ്സിലാക്കിയിരിക്കേണ്ടതാണ്. ആ നാൾ, യഹോവയുടെ വലുതും ഭയങ്കരമായ നാൾ വരുന്നതിന് മുൻപ് നാം നമ്മെ തന്നെ ഒരുക്കേണ്ടതാണ്, നാം അനുഭവിക്കേണ്ടതാണ്, നാം മാനസാന്തരപ്പെടേണ്ടതാണ്. ക്രിസ്തു രാജനെ നമ്മുടെ നാഥനായി സ്വീകരിക്കേണ്ടതാണ്. യേശു ക്രിസ്തു നമ്മുടെ ജീവിതത്തിലേക്ക് വരേണ്ടതാണ്. ആരും ഇല്ലെങ്കിലും ശരി, ഭർത്താവ് മരിച്ചുപോയെങ്കിലും ശരി, ഭാര്യ വിട്ടുപോയെങ്കിലും ശരി, പ്രിയപ്പെട്ടവരെ, മാതാപിതാക്കൾ ആരും നോക്കുന്നില്ലെങ്കിൽ ശരി, അല്ല ഉണ്ടെങ്കിലും നോക്കുന്നില്ല, അല്ല ഇല്ലെങ്കിലും ശരി, ദൈവത്തിന് സ്തോത്രം. മക്കൾ പിറന്നില്ലെങ്കിലും ശരി, വിവാഹം നടന്നില്ലെങ്കിലും ശരി, ഒരു ജോലി ഇല്ലെങ്കിലും ശരി, ഒരു വരുമാനം ഇല്ലെങ്കിലും ശരി, സ്തോത്രം. കർത്താവേ, ഞാൻ എന്തെല്ലാം നമ്മൾ പറയുന്നത്? ദൈവത്തിന് സ്തോത്രം. എന്തെല്ലാം നമ്മൾ പറയുന്നത്? ഒന്നുമില്ലെങ്കിലും ശരി, ഹല്ലേലൂയ, എനിക്കൊന്ന് വേണം കർത്താവേ, എനിക്ക് എൻ്റെ യേശു വേണം, എനിക്ക് എൻ്റെ യേശു വേണം. യേശു ഇല്ലെങ്കിൽ ഞാൻ പൂജ്യം കർത്താവേ, ഞാൻ പൂജ്യം. ഒരു വിലയുമില്ല കർത്താവേ, ഒരു വിലയുമില്ല. എൻ്റെ വിദ്യാഭ്യാസം അതും വെറും മണ്ണാങ്കട്ട. എൻ്റെ ഭൂസ്വത്ത് അതും വെറും മണ്ണാങ്കട്ട. എൻ്റെ ആരോഗ്യം അതും നിസ്സാരം. എൻ്റെ സൗന്ദര്യം അതെല്ലാം പുഴുവരിച്ചു പോകാനുള്ളത്. സ്തോത്രം. കർത്താവേ, എനിക്കൊന്ന് മതി, ഒന്നേ എൻ്റെ യേശുവേ, നീ മാത്രം മതി എനിക്ക്. യേശുവേ, നീ മാത്രം. എൻ്റെ പ്രിയ സഹോദരങ്ങളെ, നിങ്ങൾ യേശുവിനെ കാണുക. ആ സ്വർഗീയ തേജസ്സിൽ നിവസിക്കുന്നവനായ നിത്യനായ ദൈവത്തിൻ്റെ ഏകജാതനായ തിരുക്കുമാരനെ കാണുക. അവൻ സ്വർഗം ചായച്ച് ആ മഹോന്നതങ്ങളിൽ നിന്ന് ഭൂമിയിലേക്ക് ഇറങ്ങി വന്നു, ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വന്നു. അപ്പോൾ വന്നത് എന്തിനാണ്? മരിക്കാനായിട്ട് വന്നു. എന്തിന്? എന്നെ ജീവിപ്പിക്കാൻ. ആത്മാവിൽ മരിച്ചുപോയ എന്നെ ജീവിപ്പിക്കാൻ യേശു ഭൂമിയിലേക്ക് വന്നു. ആത്മാവിൽ മരിച്ചുപോയ എനിക്ക് ജീവൻ തരാൻ യേശു ഭൂമിയിലേക്ക് വന്നു. പാപം മൂലം ആത്മാവിൽ മരിച്ചിരിക്കുകയായിരുന്നു.
പാപം മൂലം മരിച്ചുപോയതിൻ്റെ ആത്മാവിന് ജീവൻ തരാനായിട്ട് യേശു ക്രിസ്തു ഭൂമിയിലേക്ക് വന്നു. പാപത്തിന് ശമ്പളം മരണമത്രേ. പാപം മൂലം എൻ്റെ ആത്മാവ് മരിച്ചു പോയിരുന്നു. ദൈവത്തിന് സ്തോത്രം. ഞാൻ പള്ളിയിൽ പോകുമായിരുന്നു, ഞാൻ സൺഡേ സ്കൂളിൽ പോകുമായിരുന്നു, ഞാൻ വനിതാ സമാജത്തിൽ പോകുമായിരുന്നു, ഞാൻ പ്രസംഗിക്കുമായിരുന്നു. പക്ഷേ എൻ്റെ ആത്മാവ് മരിച്ചിരുന്നു. ആത്മാവ് മരിച്ചുപോയി. ആത്മാവ് മരിച്ച കാര്യമായിട്ട് അറിഞ്ഞില്ല ഞാനും. കാരണം പള്ളിയുണ്ട്, നമസ്കാരമുണ്ട്, പ്രാർത്ഥനയുണ്ട്, നോമ്പുണ്ട്, എല്ലാ ക്രമങ്ങളുണ്ട്. ആത്മാവ് മരിച്ചിരിക്കുന്ന അറിഞ്ഞില്ല. പക്ഷേ ഒരു ഭാഗ്യം ലഭിച്ചതാണ്. വചനം കേട്ടു. വചനം കേട്ടപ്പോഴാണ് മനസ്സിലായത് ആത്മാവ് മരിച്ചിരിക്കുന്നു. ആത്മാവ് മരിച്ചിരിക്കുന്നു. ആത്മാവ് മരിച്ച് ജീർണിച്ച് കിടക്കുന്നു, ദുർഗന്ധം വമിച്ച് കിടക്കുന്നു. മറ്റുള്ളവരിലേക്ക് ദുർഗന്ധം വ്യാപിക്കത്തക്കണം പുറമേയുള്ള പാപങ്ങൾ വന്നില്ല. എങ്കിലും അകമേയുള്ള പാപങ്ങളുണ്ട്. ഈ അകം ചീഞ്ഞിരിക്കുകയായിരുന്നു, ദുർഗന്ധം വമിക്കുകയായിരുന്നു. അശുദ്ധ വികാരങ്ങളും മ്ലേച്ഛ ചിന്തകളും എല്ലാം ഉണ്ടായിരുന്നു. പകയും വിദ്വേഷവും വൈരാഗ്യവും ഒക്കെ ഉണ്ടായിരുന്നു. പ്രിയപ്പെട്ടവരെ, എന്നാൽ ഈ മരിച്ച ആത്മാവിന് ജീവൻ തരാൻ ജീവൻ്റെ ഉടയവൻ ഭൂമിയിലേക്ക് എഴുന്നള്ളി വന്നു. ജീവൻ്റെ ഉടയവൻ തൻ്റെ ജീവൻ കുരിശിന്മേൽ അർപ്പിച്ചു. എന്തിന്? ഈ പാവിയായ എനിക്ക് ജീവൻ തരാൻ വേണ്ടി. സഹോദരങ്ങളെ, ഇത്രയെങ്കിലും നിങ്ങൾ മനസ്സിലാക്കൂ. കൂടുതൽ നിങ്ങൾ അറിയണ്ട. ഈ നിസ്സാരനും പാവിയുമായി എനിക്ക് ജീവൻ തരാൻ വേണ്ടി അവൻ തന്നെ ജീവൻ അർപ്പിച്ചു. നാഥ, നീ സഹിച്ച ത്യാഗം എനിക്ക് വേണ്ടിയായിരുന്നു. നീ സഹിച്ച വേദന എനിക്ക് വേണ്ടിയായിരുന്നു. നീ കുരിശിൽ മരിച്ചത് എനിക്ക് വേണ്ടിയായിരുന്നു. സ്തോത്രം. ഇതാണ് പ്രിയരെ സുവിശേഷം. വേറൊന്നില്ല. സുവിശേഷം വേറൊന്നില്ല. വേറൊന്നിനെക്കുറിച്ചും പറയുന്നതല്ല സുവിശേഷം. ആരെക്കുറിച്ചും പറയുന്നതല്ല സുവിശേഷം. യേശു ക്രിസ്തുവിനെക്കുറിച്ച് പറയുന്നത് മാത്രമാണ് സുവിശേഷം. ക്രിസ്തുവാണ് സുവിശേഷം. സ്തോത്രം. ആ ക്രിസ്തുവാണ് തേജോമയമായി സിംഹാസനത്തിൽ ഇരിക്കുന്നത് നാം കാണുന്നു. തേജോമയ സിംഹാസനം, അതാണ് വെളിപ്പാട് ദിവസത്തിൽ നാം കണ്ടത്. ആ സിംഹാസനത്തിൻ്റെ ചുറ്റും കാഴ്ചയ്ക്ക് മരതത്തോട് സദൃശമായ ഒരു പച്ചവില്ല്. സിംഹാസനത്തിൻ്റെ ചുറ്റിലും 24 സിംഹാസനം. 24 സിംഹാസനം വെള്ളയെടുപ്പ് ധരിച്ചും കൊണ്ട് സിംഹാസനങ്ങളിരിക്കുന്ന 24 മൂപ്പന്മാർ. ഈ 24 മൂപ്പന്മാർ ഇത് പറയുന്നത് ഞാൻ പറഞ്ഞല്ലോ, 12 പഴയ നിയമത്തിലെ ഗോത്രപിതാക്കന്മാരും പുതിയ നിയമത്തിലെ അപ്പോസ്തലന്മാരും. ഈ 24 മൂപ്പന്മാർ അവർ ധരിച്ചിരിക്കുന്ന വെള്ളയുടുപ്പാണ്. പുറമേയുള്ള വെള്ള ഷർട്ട് ധരിക്കണമെന്നല്ല പറഞ്ഞത്. അവർ ശുഭ്ര വസ്ത്രധാരികളായിരുന്നു. അവർ അഴുക്കില്ലാത്ത വസ്ത്രം ധരിച്ചിരുന്നു. ആ വെള്ളയുടുപ്പ് എന്താണ്? അതാണ് നീതിൻ വസ്ത്രം. ഞാനെന്ന് പറയുന്ന മനുഷ്യന് പാവമുണ്ട്. ഈ പാപത്തെ പൊതിഞ്ഞ് നീതി വസ്ത്രം എന്നെ പുതപ്പിക്കുന്നു. നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ? ഈ പാവിയായ മനുഷ്യനെ ഈ പാവത്തിന് പരിഹാരം വരുത്താൻ കഴിവില്ലാതെ വേദനിച്ചും വിഷമിച്ചും യാതനയേറ്റും കഴിയുന്ന ഈ മനുഷ്യനെ തിരുവസ്ത്രം എന്നെ പൊതിയുന്നു. അവൻ്റെ തിരുശരീരമാകുന്ന അവൻ്റെ ദേഹമെന്ന തിരശ്ശീല ചീന്തി, ദേഹമെന്ന തിരശ്ശീല ചീന്തി എനിക്ക് ചുറ്റും അവൻ എന്നെ പൊതിയുന്നു. ആ നീതിൻ വസ്ത്രം. ഞാൻ നീതിമാനായതുകൊണ്ടല്ല, നീതി കെട്ടവനെ നീതിമാനാക്കുന്ന നീതിൻ വസ്ത്രം. പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്കൊരു സെക്കൻഡ് ചിന്തിക്കാമോ? ഇന്ന് ഈ നീതിൻ വസ്ത്രം പുതയ്ക്കണമെന്ന് ആഗ്രഹമുണ്ടോ നിങ്ങൾക്ക്? അതിന് നിങ്ങൾ ഒന്നും ചെയ്യണ്ട, ആരെയും കാണാൻ പോകണ്ട, എൻ്റെ അടുക്കലേക്കും വരണ്ട. സ്തോത്രം. പ്രിയപ്പെട്ടവരെ, വിശ്വാസിയാണെങ്കിൽ നിനക്ക് സാധിക്കും, ഒരു സംശയമില്ല. യേശു ക്രിസ്തുവിൽ വിശ്വാസമുണ്ടെങ്കിൽ നിന്നെ നീതിൻ വസ്ത്രം പുതപ്പിച്ചെന്ന് പറഞ്ഞു വിടും. നീതിൻ വസ്ത്രം, അനീതിയുള്ളവനെ നീതിമാനാക്കുന്ന നീതിൻ വസ്ത്രം. സ്തോത്രം. ആ നീതിൻ വസ്ത്രം പുതയ്ക്കുക. ആ നീതിൻ വസ്ത്രം ക്രിസ്തുവിൻ്റെ തിരുശരീരമാണ്. ആ നീതിൻ വസ്ത്രം ക്രിസ്തുവിൻ്റെ കൃപയാണ്. ക്രിസ്തുവിൻ്റെ പാവക്ഷമ തരുന്നതായ കൃപയാണ്. പാവക്ഷമ തരുന്ന കൃപ, പാവമോചനം തരുന്ന കൃപ, ആ തിരുരക്തം, അത് നമ്മെ പൊതിയുന്നു. സ്തോത്രം. രാത്രി ഉറങ്ങാൻ കിടക്കുമ്പോൾ നിങ്ങൾ പറയണം, കർത്താവേ, ഞാൻ വിശ്രമിക്കാൻ തുടങ്ങുന്നു. കർത്താവേ, ഈ രാത്രി നിൻ്റെ തിരുരക്തത്താൽ എന്നെ നീ മറച്ചു കൊള്ളണം. കർത്താവേ, നാളെ പ്രഭാതത്തിൽ ഞാൻ എഴുന്നേൽക്കുമെന്ന് എനിക്കറിയാൻ പാടില്ല. ഈ രാത്രി നിൻ്റെ തിരുരക്തത്താൽ എന്നെ മറച്ചു കൊള്ളണം. നിൻ്റെ സ്നേഹത്തിൻ്റെ ആ കവറിങ്, സ്നേഹം കൊണ്ട് നീ എന്നെ മൂടണം, ആവരണം ചെയ്യണം. സ്നേഹത്തിൻ്റെ ആവരണം ചെയ്യണം സ്നേഹം കൊണ്ട്, നിൻ്റെ തേജസ് കൊണ്ട്. കർത്താവേ, രാത്രി അഥവാ ഞാൻ കടന്നു പോയാൽ, കർത്താവേ, എൻ്റെ ആത്മാവ് പറന്ന് നിൻ്റെ സന്നിധിയിലെത്തണം. അല്ലല്ലോ, ഈ ദൈവത്തിന് സ്തോത്രം. ഈ ജീവിതം കളഞ്ഞു വിളിക്കേണ്ട ജീവിതമല്ല. ജീവിതം അങ്ങോട്ടും ഇങ്ങോട്ടും ഇഷ്ടക്കേടും മുഷിച്ചിലും, വീട്ടിൽ തന്നെ ഭാര്യയും ഭർത്താവും തമ്മിൽ പിണങ്ങിയും, മക്കളോട് വഴക്ക് കൂടിയും, മക്കൾ മാതാപിതാക്കളെ അങ്ങനെ പോകുന്നൊരു ജീവിതമാകാൻ പാടില്ല. ഈ ജീവിതം പരിശുദ്ധ ജീവിതമായിരിക്കണം. ഈ ജീവിതം സ്നേഹം നിറഞ്ഞ ജീവിതമായിരിക്കണം. സ്നേഹം, ക്രൂസിലെ സ്നേഹം. ഇന്ന് നിങ്ങൾ ആ സ്നേഹത്തിന് വേണ്ടി ദാഹിക്കുമോ? ആ സ്നേഹം നിങ്ങളെ തേടി വന്നിട്ടുണ്ട്.
ഞാൻ വിശ്വസിക്കുന്നു ആ സ്നേഹമാണ് ഇതുവരെ എന്നെ കാത്തു സൂക്ഷിച്ചത്. ആ സ്നേഹമാണ് അനാഥനായ എനിക്ക് ഞാൻ നാഥനായ യേശു ഉണ്ടെന്ന് മനസ്സിലാക്കി തന്നത്. ആ സ്നേഹമാണ് തകർന്നു പോയ എൻ്റെ ജീവിതത്തെ പുതുക്കി പണിത് തന്നത്. ആ സ്നേഹം, ഗോകുൽത്തായിലെ സ്നേഹം, ആ സ്നേഹമാണ് കണ്ണീരിടിഞ്ഞ എൻ്റെ മുഖത്ത് പുഞ്ചിരി വിരിയിച്ചത്. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. ആ സ്നേഹമാണ് ഇന്ന് നിങ്ങളെ തേടി വന്ന് നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത്. ഗോകുൽത്തായിലെ സ്നേഹം, മഹോന്നതമായ സ്നേഹം, അത്യുന്നതൻ്റെ പരമസ്നേഹം, നിത്യോജ്വലമായ സ്നേഹം. ആ സ്നേഹം നിങ്ങൾക്ക് വേണമോ? ആ സ്നേഹം നിങ്ങൾക്ക് വേണമോ? സ്നേഹം കിട്ടാൻ കൊതിക്കുന്നവരുണ്ട്. ഭർത്താവിൻ്റെ സ്നേഹത്തിന് വേണ്ടി ദാഹിക്കുന്ന ഭാര്യമാരുണ്ട്. ഭാര്യയുടെ സ്നേഹത്തിന് വേണ്ടി കൊതിക്കുന്ന ഭർത്താക്കന്മാരുണ്ട്. മാതാപിതാക്കളുടെ സ്നേഹത്തിന് വേണ്ടി കൊതിക്കുന്ന മക്കളുണ്ട്. മക്കളുടെ ഒരു സ്നേഹത്തിൻ്റെ ഒരു വാക്ക് കേൾക്കുന്ന കൊതിക്കുന്ന മാതാപിതാക്കളുണ്ട്. ദൈവമേ, സ്നേഹമില്ല ഇന്ന്. കർത്താവേ, എനിക്ക് സ്നേഹം വേണം. യേശു കാണിച്ചെന്ന സ്നേഹം വേണം. യേശുവിൻ്റെ സ്നേഹം വേണം. ആ സ്നേഹത്തിൽ എനിക്ക് കുളിക്കണം. ആ സ്നേഹ നദിയിൽ എനിക്ക് കുളിക്കണം. ആ സ്നേഹത്തിൽ എനിക്ക് നീന്തി തുടിക്കണം. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. വേണമോ നിങ്ങൾക്ക്? ഈ ഭാഗ്യം നിങ്ങൾക്ക് വേണമോ? എങ്കിൽ ഇതാ യേശുവിൻ്റെ അരികിൽ തോന്നിയിട്ടുണ്ട്. നിങ്ങൾക്ക് കൈ നീട്ടി തൊടാൻ പാകത്തിന് യേശുവിൻ്റെ അരികിൽ തോന്നിയിട്ടുണ്ട്. നടിക്കേണ്ട നിങ്ങൾ, സംശയിക്കേണ്ട നിങ്ങൾ. യേശു ഇതാ നിങ്ങളെ നോക്കി ആർദ്രതയോടെ നോക്കിക്കൊണ്ട് നിൽക്കുന്നു. നിങ്ങളുടെ കോപിക്കുകയല്ല കർത്താവ്. എന്താണ് അങ്ങനെ കാണുന്നത്? നിങ്ങളുടെ കോപിക്കുകയല്ല കർത്താവ്. ദൈവത്തിന് സ്തോത്രം. നിങ്ങളുടെ കഴിഞ്ഞാൽ ജീവിതത്തെ നോക്കി കർത്താവ് കോപിക്കുകയല്ല. കർത്താവ് നിങ്ങളെ ഭയപ്പെടുത്തുകയല്ല. കർത്താവ് സ്നേഹം തരുന്നു. നീ സ്നേഹം ഏറ്റുവാങ്ങാൻ നിങ്ങൾക്ക് തയ്യാറാണോ? കർത്താവേ, ഇന്ന് ഈ സ്നേഹം എൻ്റെ മേൽ ചൊരിയാമോ? എൻ്റെ സ്നേഹത്തിൻ്റെ പനിനീര് എൻ്റെ മേൽ തളിക്കാമോ? ആ സ്നേഹത്തിന് ചുടുകണ്ണീര് എൻ്റെ മേൽ വീഴ്ത്താമോ? ആ സ്നേഹത്തിൻ്റെ തിരരക്തത്തിൽ എന്നെ മുദ്രയിടാമോ? കർത്താവേ, ആ സ്നേഹത്തിൽ എന്നെ കുളിപ്പിക്കാമോ? ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. പ്രാർത്ഥിക്കുമോ പ്രിയപ്പെട്ടവരെ? കർത്താവിൻ്റെ കരങ്ങളിലേക്ക് കൊടുക്കൂ. യേശുവിനോട് വാക്ക് പറയൂ, കർത്താവെ, സ്നേഹത്താൽ നിറച്ചാൽ യേശുവേ, ഞാൻ സ്നേഹത്തിന് വേണ്ടി ഞാൻ ഓടും. സ്നേഹം പകരാൻ വേണ്ടി ഞാൻ ഓടും. കർത്താവേ, നിൻ്റെ സ്നേഹം എനിക്ക് നിറച്ച് കിട്ടിയിട്ട് ഈ സ്നേഹം അനേകർക്ക് വിതരണം ചെയ്യാൻ ഓടി നടക്കും. കർത്താവേ, എൻ്റെ ജീവിതം എനിക്ക് ഞാൻ തരുന്നു. സമർപ്പിക്കൂ പ്രിയപ്പെട്ടവരെ. അനേകർക്ക് വേണ്ടി ജീവിതം ചെലവഴിക്കാനുള്ളതാണ്. ഉള്ള ആയുസ് യേശുക്രിസ്തുവിൻ്റെ മഹത്വത്തിന് വേണ്ടി ചെലവഴിക്കാനുള്ളതാണ്. യേശുക്രിസ്തു രാജ്യത്തിൻ്റെ പ്രചരണത്തിന് വേണ്ടി ചെലവഴിക്കാനുള്ളതാണ്. യേശുക്രിസ്തുവിൻ്റെ രാജ്യത്തിൻ്റെ പ്രചരണത്തിന് വേണ്ടി മാത്രം ഉപയോഗിക്കാനുള്ളതാണ് ഈ സ്നേഹം. കർത്താവേ, ഈ സ്നേഹം ഇതാ എന്നെ വന്ന് മൂടുന്നു. ഈ സ്നേഹം ഇതാ എന്നെ വന്ന് പൊതിയുന്നു. ഈ സ്നേഹത്താൽ ഞാനിതാ ഉണരുന്നു. ഈ സ്നേഹം എൻ്റെ മയക്കം മാറ്റുന്നു. ഈ സ്നേഹം എൻ്റെ ഹൃദയത്തിൽ നിറയുന്നു. സ്നേഹത്തിൻ്റെ ബോംബ് എൻ്റെ ഹൃദയത്തിൽ പൊട്ടുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, ഈ സ്നേഹത്തിൻ്റെ ബോംബ് അത് പുതിയ വിപ്ലവം തുടങ്ങുന്ന ബോംബാണ്. കർത്താവേ, സ്നേഹത്തിൻ്റെ വിപ്ലവം. കർത്താവേ, സ്നേഹത്തിൻ്റെ ബോംബ് എൻ്റെ യേശുവേ, ഇതെൻ്റെ ഹൃദയത്തിൽ ഇപ്പോൾ വന്ന് പൊട്ടുകയും എന്നെ രൂപാന്തരപ്പെടുത്തുകയും ചെയ്യണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഒരേ കാര്യം മാത്രം നിങ്ങൾ ചിന്തിക്കൂ. യേശുവിൻ്റെ കാര്യങ്ങളിൽ നിങ്ങളുടെ ജീവിതം കൊടുക്കൂ. യേശുവിനോട് നിങ്ങൾ വാക്ക് പറയൂ, യേശുവേ, ഇന്നു നിങ്ങൾ സ്നേഹത്തിൻ്റെ പ്രവാചകനായി ഓടിക്കൊള്ളാം. ഇന്നു നിങ്ങൾ സ്നേഹത്തിൻ്റെ പ്രചാരകനായി ഓടിക്കൊള്ളാം. ഇന്നു നിങ്ങൾ സ്നേഹത്തിൻ്റെ പ്രഘോഷകനായി ഓടിക്കൊള്ളാം. യേശുവേ, ഇന്ന് സ്നേഹം വിതരണം ചെയ്യുന്നതിനായി ഓടിക്കൊള്ളാം. എൻ്റെ ജീവിതത്തിൽ സ്നേഹം മാത്രമായിരിക്കും കർത്താവേ. മനുഷ്യനൊക്കെ കാണാൻ പറ്റിയില്ലെങ്കിലും എൻ്റെ യേശുവേ, അവിടുന്ന് കാണുമ്പോൾ നിത്യസ്നേഹം കൊണ്ട് എൻ്റെ ഹൃദയം ജ്വലിക്കുന്നത് കാണണമേ. അതിനായി എൻ്റെ സ്നേഹം കൊണ്ട് പൊതിയണമേ. ഹല്ലേലൂയ. ജീവനുള്ള ദൈവമേ, കരുണയുള്ള കർത്താവേ, ഈ മനോഹരമായ സമയത്തിനായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. ഞങ്ങൾ നിന്നെ സ്തോത്രം ചെയ്യുന്നു. അപ്പോൾ ഈ മക്കളെ എല്ലാവരും ഇവിടെ നിന്ന് കാണുന്നല്ലോ കർത്താവേ. സമർപ്പണത്തോടെ മേൽ അവിടുത്തെ തൃക്കരെ വെച്ചല്ലോ കർത്താവേ. ഈ മക്കളെ അനുഗ്രഹിച്ച് പറഞ്ഞയക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ രണ്ടാമത്തവർക്ക് വേണ്ടി ഒരുക്കണമേ കർത്താവേ. എല്ലാവരെയും നിന്റെ സ്വർഗ്ഗരാജ്യത്തിന് അവകാശികളാക്കി തീർക്കണമേ. തിരുനാമം മഹത്വപ്പെടുത്തണമേ. യേശുവിൻ നാമത്തിൽ തന്നെ. ആമീൻ. ഹല്ലേലൂയ.